ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരുടെ ചിത്രങ്ങൾ കാണിക്കാം, എയും ബിയും. ഇതിൽ ആരെ കാണാനാണ് കൂടുതൽ ഭംഗിയെന്ന് നിങ്ങൾ കമന്റിൽ പറയില്ലേ? പറഞ്ഞില്ലേ വിവരം നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ നിങ്ങളുടെ ഉത്തരം എ ആയാലും ബി ആയാലും നിങ്ങളെ പോലെ പോഴന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തില്ല എന്നാണ് അർത്ഥം. അത് ഞാൻ പറയും. അങ്ങനെ ഞാൻ വിളിക്കും നിങ്ങളെ പോഴന്മാരെന്ന് വിളിച്ചേ പറ്റൂ. കാരണം സൗന്ദര്യം എന്ന കാഴ്ചപ്പാട് തന്നെ തെറ്റാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. നമ്മളെല്ലാവരും വ്യത്യസ്ത രൂപത്തിലുള്ള ഹോമോസാപ്പിയൻസ് ആണ്, മനുഷ്യരാണ്. മനുഷ്യരല്ലാത്തവർ സൗന്ദര്യത്തിന്റെ പിന്നാലെ നടക്കും. ബുദ്ധിയില്ലാത്തവരാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാലത്ത് മനുഷ്യർ എല്ലാവർക്കും ഒരു നിറമായിരുന്നു. എന്നാൽ ഇപ്പോൾ പലരും പല നിറത്തിലും പല രൂപത്തിലുമാണുള്ളത്. കറുപ്പ്, വെളുപ്പ്, ബ്രൗൺ, ഇളം മഞ്ഞ, അങ്ങനെ പല നിറത്തിലാണ് മനുഷ്യരെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഏത് മതവിശ്വാസം എടുത്തു നോക്കിയാലും അതിൽ മനുഷ്യാവതാരം എടുത്തു വന്ന ദൈവത്തിന്റെ നിറം അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യന്റെ നിറം കറുപ്പായിരുന്നു. നിങ്ങൾ ഏത് ഗ്രന്ഥം വേണമെങ്കിലും പരിശോധിച്ചോളൂ, ഇതെന്റെ വെല്ലുവിളിയാണ്. അതിലെല്ലാം ആദ്യമ മനുഷ്യന്റെ നിറം കറുപ്പായിരുന്നു. ലോകത്തിന് ഒരു ഉപകാരമില്ലാത്ത മതഗ്രന്ഥങ്ങളിൽ പോലും ആദിമ മനുഷ്യന്റെ നിറം കറുപ്പാണ്. വിശ്വാസങ്ങളുടെ കഥ മാറ്റിവെച്ചാൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ജന്മം കൊള്ളുന്നത് ആഫ്രിക്കയിലാണ്. അവിടെ മനുഷ്യന്റെ നിറം കറുപ്പായിരുന്നു. പിന്നീട് എങ്ങനെയാണ് മനുഷ്യൻ പല നിറങ്ങളിൽ കാണാൻ തുടങ്ങിയതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഒരു കമന്റ് രേഖപ്പെടുത്തുക. ഇതൊക്കെ ഒരു രസല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യൂ. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരുപാട് കാലം മുമ്പാണ്. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്കപ്പുറം മനുഷ്യൻ ആദ്യമായി രൂപം കണ്ട ആഫ്രിക്കൻ വൻകരയിലാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. മനുഷ്യരുടെ രൂപം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. ചിമ്പാൻസികളെയും ഗൊറില്ലകളെയും പോലെ മേത്ത് നിറയെ രോമങ്ങളായിരുന്നു ആ സമയത്ത് നമ്മുടെ. എന്നാൽ അതിനുശേഷം വന്ന ഹോമോ ഇറക്ടസ് പോലുള്ള നമ്മുടെ പൂർവികർക്ക് ഒരു വലിയ മാറ്റമുണ്ടായി. അവർ നിവർന്ന് നടക്കാനും ചൂടേറിയ ആഫ്രിക്കൻ സവന്നകളിലൂടെ കുറെ ദൂരം ഓടാനും വേട്ടയാടാനും തുടങ്ങി. കൂടുതൽ ഓടുമ്പോൾ ശരീരം വല്ലാതെ ചൂടാവില്ലേ? ഈ ചൂട് കുറയ്ക്കാൻ പരിണാമപരമായി മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് വിയർപ്പ് എന്ന് പറയുന്നത്. പരിണാമപരമായി മനുഷ്യന്റെ ശരീരം കണ്ടെത്തിയ ഏറ്റവും വലിയൊരു വഴി, ശരീരം തണുപ്പിക്കാൻ കണ്ടെത്തിയ വലിയൊരു വഴി. കണ്ടെത്തിയതെന്ന് പറയുന്നതിനേക്കാളും ശരിയായിട്ടുള്ള കാര്യം സ്വാഭാവികമായി പരിണാമപരമായി നമ്മുടെ ശരീരത്തിൽ മാറ്റം വന്നു എന്ന് പറയുന്നതാണ്. വിയർപ്പ് നന്നായി പുറത്തു പോകണമെങ്കിൽ രോമങ്ങള് ഒരു തടസ്സമായിരുന്നു. അങ്ങനെ സ്വാഭാവികമായി നമ്മുടെ രോമം മുഴുവൻ കൊഴിഞ്ഞുപോയി. അതോടെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ നേരിട്ട് പതിക്കാൻ തുടങ്ങി. ആഫ്രിക്കയിലെ ചൂട് നമുക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, നല്ല ചൂടായിരുന്നു. അങ്ങനെ സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. ഈ UV രശ്മികൾ നല്ല രീതിയിൽ മനുഷ്യനെ പണി തന്നു തുടങ്ങി. അന്നത്തെ കാലമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും UV രശ്മികൾ മനുഷ്യന് പണി തരുന്നുണ്ട്, അത് വേറെ കാര്യം. ചർമ്മത്തിലെ കോശങ്ങളുടെ DNA നശിപ്പിക്കാനും ഗർഭസ്ഥ ശിശുക്കളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഫോളേറ്റ് എന്ന ജീവകത്തെ, അതായത് വിറ്റാമിൻ B9 കുറിച്ചാണ് ഞാൻ പറയുന്നത്, വിറ്റാമിൻ B9 തകർക്കാനും തുടങ്ങി. ഫോളേറ്റ് നശിച്ചാൽ അത് വരും തലമുറയുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് പ്രത്യുൽപാദന ശേഷിയെ ഗുരുതരമായി ബാധിക്കുമായിരുന്നു. ഇതൊരു വലിയ അതിജീവന പ്രശ്നമായിരുന്നു. ഈ ഭീഷണിയെ നേരിടാൻ നമ്മുടെ ശരീരം ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതാണ് മെലാനിൻ എന്ന കടും തവിട്ട് നിറമുള്ള വർണ്ണവസ്തു. ചർമ്മത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റുകൾ ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ പോലെ പ്രവർത്തിച്ചു. ഈ കടും കറുത്ത നിറം UV രശ്മികളെ ഫലപ്രദമായി ആഗിരണം ചെയ്ത് ഉള്ളിലുള്ള DNA-യെയും ഫോളേറ്റിനെയും സംരക്ഷിച്ചു. മെലാനിൻ കൂടുതലുള്ള ആളുകൾ ആരോഗ്യവാന്മാരായി ജീവിക്കുകയും കൂടുതൽ ശക്തരായ കുട്ടികളെ ജനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നാച്ചുറൽ സെലക്ഷനിൽ കറുത്ത നിറം വിജയിച്ചു. ആഫ്രിക്കൻ മണ്ണിൽ നിറഞ്ഞ അന്നത്തെ പുതിയ മനുഷ്യരെല്ലാം കറുത്ത നിറമുള്ളവരായി മാറി. അതായിരുന്നു നമ്മുടെ അടിസ്ഥാന നിറം. കറുത്ത ചർമ്മം ഒരു അലങ്കാരമായിരുന്നില്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള ഒരു അനിവാര്യതയായിരുന്നു. എന്നാൽ ശരിക്കുമുള്ള കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയൂ? ഏകദേശം 70,000 വർഷം മുമ്പ്, അധികം കാലമൊന്നായിട്ടില്ലേ, ലക്ഷക്കണക്കിന് വർഷം എന്നല്ല ഞാൻ പറയുന്നത്, 70,000 വർഷം മുമ്പ് സാഹസികരായ നമ്മുടെ പൂർവികരിൽ ഒരു വിഭാഗം, പണ്ടത്തെ എല്ലാവരും സാഹസികരാണ്, അതുകൊണ്ടാണ് ഞാൻ സാഹസികരായ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനെ സാഹസികരായ നമ്മുടെ പൂർവികർ, അതിലൊരു വിഭാഗം ആഫ്രിക്ക വിട്ട് വലിയൊരു യാത്ര തുടങ്ങി. അവർ ലോകം ചുറ്റിക്കറങ്ങി യൂറോപ്പിലേക്കും ഏഷ്യയുടെ തണുപ്പേറിയ വടക്കൻ ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നു. പുതിയ ഭൂമിയാണല്ലോ, അപ്പൊ പുതിയ വെല്ലുവിളികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പുതിയ വെല്ലുവിളികൾ അവരെ തേടിയെത്തി. അത് പല രീതിയിലായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ ഈ നിറത്തിന് കാരണമായ ഒരു കാര്യം. ഈ വടക്കൻ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ, പ്രത്യേകിച്ച് UVB രശ്മികളുടെ ശക്തി തീരെ കുറവായിരുന്നു.
വർഷത്തിലെ മിക്ക സമയത്തും ആകാശം മേഘാവൃതമായിരിക്കും, സൂര്യൻ മങ്ങി മാറി നിൽക്കും. ഇവിടെ നമ്മുടെ പഴയ രക്ഷാകവചമായ കറുത്ത ചർമ്മം തന്നെ നമുക്കൊരു പ്രശ്നമായി മാറി. വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. എല്ലുകളുടെ ബലത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഇത് ഉണ്ടായേ പറ്റൂ. ഈ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ UVB രശ്മികൾ ചർമ്മത്തിൽ നേരിട്ട് പതിക്കണം. എന്നാൽ കട്ടിയുള്ള കറുത്ത മെലാനിൻ പാളി ദുർബലമായ UVB രശ്മികളെയും തടഞ്ഞു നിർത്തി. ഇത് വടക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ച ആളുകളിൽ വിറ്റാമിൻ ഡിയുടെ വലിയ കുറവിന് കാരണമായി. ഈ കുറവ് അസ്ഥികൾ ദുർബലമാക്കുന്ന റിക്കറ്റസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും തണുപ്പിൽ അതിജീവനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അതോടെ പരിണാമപരമായ നാച്ചുറൽ ലോ വീണ്ടും മാറി. പ്രകൃതിയുടെ നിയമം വീണ്ടും അവിടെ മാറുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും അവിടെ മാറുകയാണ്. ശക്തമായ UV രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന് പകരം ദുർബലമായ സൂര്യരശ്മികളിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുക എന്നതാണ് പുതിയ ലക്ഷ്യം. ഈ വെല്ലുവിളിയെ നേരിടാൻ മനുഷ്യ ശരീരം തെരഞ്ഞെടുത്ത പരിണാമ രീതി മെലാനിൻ ഉൽപാദനം കുറവായ, അതായത് വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ ചർമ്മമുള്ള വ്യക്തികളെയാണ്. അവരുടെ ചർമ്മത്തിലൂടെ വളരെ കുറഞ്ഞ UVB രശ്മികൾ പോലും എളുപ്പത്തിൽ തുളച്ചു കയറും. ആവശ്യമായ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കുകയും ഇതുമൂലം സംഭവിച്ചു. തലമുറകളായി ഈ ഇളം നിറം നൽകുന്ന അതിജീവന സാധ്യത കാരണം വെളുത്ത ചർമ്മത്തിന് കാരണമാകുന്ന ജനിതക മാറ്റങ്ങൾ വടക്കൻ ജനവിഭാഗങ്ങളിൽ വേഗത്തിൽ വ്യാപിച്ചു. യൂറോപ്പിലും ഏഷ്യയിലും വെളുത്ത ചർമ്മം രൂപപ്പെട്ടത് അങ്ങനെയാണ്. ഇന്നത്തെ നമ്മുടെ വൈവിധ്യമാർന്ന ചർമ്മ നിറങ്ങൾ, കറുപ്പ്, വെളുപ്പ്, പലതരം തവിട്ട് നിറങ്ങൾ, മഞ്ഞ കലർന്ന നിറങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ പൂർവികർ ഭൂമിശാസ്ത്രപരമായ നേരിട്ട ചൂടിന്റെയും തണുപ്പിന്റെയും സൂര്യന്റെയും ശക്തിയുടെ ഫലമാണ്. ഒരു ചൂടുള്ള പ്രദേശത്ത് ജീവിക്കാൻ കറുപ്പ് നിറം ഏറ്റവും നല്ല പരിഹാരമായിരുന്നു. തണുപ്പുള്ളതും സൂര്യൻ കുറഞ്ഞതുമായ പ്രദേശത്ത് വെളുത്ത നിറവും. സ്വാഭാവികമായിട്ട് അങ്ങനെ ആവുമല്ലോ. ഈ നിറവ്യത്യാസങ്ങൾ നമ്മൾ ആരാണെന്നോ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നോ തീരുമാനിക്കുന്നില്ല. ഇനി നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ പോഴെന്ന് തന്നെ വിളിക്കും. പോഴെന്നല്ല, വേറെ വാക്കാണ് വിളിക്കണ്ടേ. പക്ഷെ ഇപ്പൊ തൽക്കാലം ഞാൻ പോഴെന്ന് വിളിക്കുന്നു. നമ്മളെല്ലാവരും ഒരേ ആഫ്രിക്കൻ പൂർവികരിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ എല്ലാം വേര് ആഫ്രിക്കയിലാണ്. വ്യത്യസ്ത കാലാവസ്ഥകളുമായി പൊരുത്തപ്പെട്ടതിന്റെ തെളിവുകൾ മാത്രമാണ് നമ്മുടെ ചർമ്മത്തിലെ ഈ നിറവ്യത്യാസം. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് അറിഞ്ഞിട്ടും പിന്നീട് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. അതിന് പിന്നിൽ കുടിയേറ്റം തന്നെയായിരുന്നു വലിയ കാര്യം. മനുഷ്യൻ കൂടുതൽ റിസോഴ്സുകൾ തേടി അലയാൻ തുടങ്ങും തോറും അവർ എത്തിപ്പെടുന്ന സ്ഥലത്തെ ആളുകളെ ഒരു പക്ഷേ അവരെ കീഴടക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. ലോകത്ത് മനുഷ്യരെ കാഴ്ച വസ്തുക്കളാക്കിയ സ്ഥലങ്ങൾ പോലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. മനുഷ്യ മൃഗശാലകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് മനുഷ്യനെ മൃഗത്തിനെ പോലെ കാഴ്ച വസ്തുക്കളായ ആളുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം പിന്നിൽ ഒരു മെയിൻ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: പവർ, അധികാരം. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കോളനൈസേഷൻ എന്ന പേരിൽ ആളുകൾ കടന്നു ചെന്നപ്പോൾ അവർക്ക് അവിടുത്തെ ഭൂമി, സമ്പത്ത്, തൊഴിലാളികൾ എന്നിവയെല്ലാം സ്വന്തമാക്കണമായിരുന്നു. അതിനൊരു ന്യായീകരണം വേണം. അങ്ങനെയാണ് വെള്ളക്കാരനായ കോളനൈസർ കറുത്ത ചർമ്മമുള്ള തദ്ദേശീയരെ അടിമകളാക്കാൻ വേണ്ടി ഒരു ഫേക്ക് തിയറി ഉണ്ടാക്കിയത്. കറുത്ത നിറം എന്നതായിരുന്നു ആ ഫേക്ക് തിയറി. കറുത്ത നിറം എന്നത് പരിഷ്കാരമില്ലാത്ത, അൺസിവിലൈസ്ഡ് ആയ അല്ലെങ്കിൽ താഴ്ന്ന ഒരു വംശമാണെന്നും അതുകൊണ്ട് അവരെ ഭരിക്കാൻ വെള്ളക്കാർക്ക് അവകാശമുണ്ടെന്നും അവർ പ്രഖ്യാപിച്ചു. കറുപ്പ് നിറം നല്ലതല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ ജനതയെ അവരുടെ രാജ്യത്ത് നിന്ന് കപ്പലുകളിൽ കുത്തി നിറച്ച് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് അടിമകളായി കൊണ്ടുപോയി. ഈ ക്രൂരതയെ ന്യായീകരിക്കാനുള്ള ഒരു ടൂൾ മാത്രമായിരുന്നു നിറം എന്നൊരു സംഭവം. ഇവിടെ ഒരു ട്രെൻഡ് അവർ തുടങ്ങി വെച്ചു. കഠിനമായ പണിയെടുക്കുന്നവർ വെയിൽ കൊണ്ട് കറുത്തു പോവുകയും എന്നാൽ പണിയെടുക്കാതെ വീട്ടിലിരിക്കുന്ന ദരിദ്രർ വെളുത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ലൈറ്റ് സ്കിൻ എന്നത് പണത്തിന്റെയും ക്ലാസിന്റെയും അടയാളമായി മാറി. ഈ അലവലാദികൾ പോയ ശേഷവും ഈ ചിന്താഗതി ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ഇന്ന് പോലും ഒരാളുടെ സ്കിൻ കളർ നോക്കി മാത്രം ജോലി തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ ജോലി കൊടുക്കുന്നതും കല്യാണം നിശ്ചയിക്കുന്നതും ഒരു വ്യക്തിയുടെ ക്വാളിറ്റി വിലയിരുത്തുന്നതും. ചുരുക്കി പറഞ്ഞാൽ നിറവ്യത്യാസം പ്രകൃതിയുടെ സർവൈവൽ തന്ത്രമായിരുന്നു. എന്നാൽ ആ നിറത്തെ ഡിസ്ക്രിമിനേഷനുള്ള ആയുധമാക്കിയത് വെറും സ്വാർത്ഥ താല്പര്യക്കാരായ മനുഷ്യരാണ്. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മളെല്ലാവരും ആഫ്രിക്കൻ വേരിൽ നിന്നാണ് വന്നിട്ടുള്ളത്.